ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വളരെ ശക്തമാകുന്ന ഒരു കാഴ്ച എല്ലാ രീതിയിലും മറ്റ് പല ശക്തമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളെപ്പോലെ തന്നെ ശക്തമാകുന്ന അല്ലെങ്കിൽ ശക്തമാകേണ്ട ഒരാവശ്യവും ഇതൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മളുടെ ഒരു രാജ്യമെന്ന രീതിയിൽ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഇന്ത്യൻ പൗരന്മാരെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒട്ടനവധി ആൾക്കാർ ഈ താല്പര്യത്തെ മുൻനിർത്തിയല്ല അവർ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ ഇന്ത്യക്കകത്തും പുറത്തുള്ള ആൾക്കാരായാൽ തന്നെയും എന്നുവെച്ചാൽ ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ആൾക്കാരായാലും പുറത്ത് ജീവിക്കുന്ന ആൾക്കാരായാലും നമുക്കറിയാം. കാരണം നമ്മൾ സ്ഥിരം പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇന്ത്യക്ക് വേണ്ടി അല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും വേണ്ടി നിലനിൽക്കുന്ന പൗരന്മാരുടെ എണ്ണവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും അതല്ലാത്ത രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരും ഒക്കെ തന്നെ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും റിയാക്ട് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്സും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂസും ഒക്കെ തന്നെ നിലനിർത്തുന്നതെന്നും അവരുടെ കാഴ്ചപ്പാട് അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ്. പക്ഷേ ഒരു രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്ന, കാരണം പൗരന്മാരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി നിൽക്കുക, രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ വളർച്ചയും രാജ്യത്തിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ രാജ്യത്തെ നമ്മൾ കൂടുതൽ സുസ്ഥിരമാക്കുവാനും ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്കാളും മെച്ചപ്പെട്ട ഒരു രാജ്യമാക്കി മാറ്റുന്നതിലേക്ക് നമ്മൾ ഇല്ലേ ഓരോ വ്യക്തിക്കും കഴിയുന്ന രീതിയിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുക, നിലനിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടെടുക്കുക എന്നൊക്കെയുള്ളതാണ് ഒരു പൗരൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ രാജ്യം ഏതെങ്കിലുമൊക്കെ മേഖലയിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പവർഫുൾ ആകുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നു അല്ലെങ്കിൽ നമ്മൾ വളരുന്നു എന്നൊക്കെയുള്ളതാണ് നമുക്ക് പ്രധാനം. അപ്പോൾ അതിനകത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ സൈനികപരമായിട്ട് ഒരു ശക്തിയാകുക എന്നുള്ളത് ഇല്ലേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മളുടെ രാജ്യത്തുണ്ടാകുന്ന പ്രത്യേകിച്ച് നമ്മൾ രാജ്യത്തിൻ്റെ ഒരു പവർഫുൾ നേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് മേഖലയിലും നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ നേടുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അതിനെ വെൽക്കം ചെയ്യത്തില്ല, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഉള്ളതുകൊണ്ട്. അപ്പം ശരിക്കും രാജ്യത്തിനോട് കൂറുള്ള അല്ലെങ്കിൽ രാജ്യത്തിനോട് താല്പര്യം കാണിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനകത്തിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. മറ്റുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിനെ തുരങ്കം വെക്കുകയും അല്ലെങ്കിൽ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഡെയിലി സ്ഥിരം നമ്മൾ രാജ്യവ്യാപകമായിട്ട് കാണുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു വസ്തുത അല്ലെങ്കിൽ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ടോപ്പിക്ക് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാനും പിന്നെ ദുർബലപ്പെടുത്തുവാനും അസ്ഥിരപ്പെടുത്തുവാനും ഒക്കെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള ഒത്തിരി മറ്റ് പല രാജ്യങ്ങളും അതുപോലെ തന്നെ ആ രാജ്യത്തിനോട് കൂറ് കാണിക്കുന്ന രാജ്യത്തിനകത്തുള്ള നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഇന്ത്യക്കാർ പല വ്യക്തികളായിട്ടും വ്യക്തികളായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, സംഘടനയുടെയൊക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ മറ്റ് NGOs ഇതുപോലുള്ള പല കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഘടനകൾ, മതം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റിലീജിയൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനവധി പിന്നെ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലും അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് രാജ്യത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നതും കാഴ്ചവെക്കുന്നതും. അതുപോലെ തന്നെ അപ്പോൾ അത് വിദേശത്തുള്ള നമുക്ക് പുറത്തുള്ള ഫോറിൻ പവേഴ്സിൻ്റെ സഹായത്തോടുകൂടി തന്നെ ആയിരിക്കും എന്നുള്ള ഇതിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വിദേശ രാജ്യത്തിന്, നമ്മുടെ ശത്രു രാജ്യത്തിന് നമ്മളെ ഏത് രാജ്യത്തായാലും ദുർബലപ്പെടുത്തുവാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നേരിട്ട് കഴിയത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പകരം അവർ എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നത് ആ രാജ്യത്തെ നമ്മളീ പറയുന്ന ശത്രുപക്ഷത്തിൽ നിൽക്കാൻ താല്പര്യമുള്ള
ട്രൈറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കത്തില്ലേ, രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ പിന്നെ ട്രൈറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പേട്രിയോട്ടിക് അല്ലാത്ത ആൾക്കാർ. പേട്രിയോട്ടിക് നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു പാർട്ടിയോട് കൂറ് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനത്തോട് കൂറ് കാണിക്കുകയല്ല. നമ്മൾ മറ്റൊന്നും വകവെക്കാതെ നമ്മൾ രാജ്യം എന്ന് പറയുന്ന സമൂഹത്തിനോട് നമ്മൾ ഒരു കൂറ് കാണിക്കുക അല്ലെങ്കിൽ നമ്മളുടെ നിലപാട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള നമുക്ക് ഒത്തിരി അമേരിക്ക, ചൈന, പാകിസ്ഥാൻ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഇന്ത്യ ഒരു ശക്തിയായി മാറുന്നത് കാണുവാനൊന്നും താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും വ്യക്തികളൊക്കെ തന്നെ ഇന്ത്യക്കാരെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ തന്നെ നമ്മൾ രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രാജ്യത്തെ ദുർബലപ്പെടുത്തുവാനും നമ്മളെ എന്താണ് പറയുന്നത്, നമ്മുടെ സോവറൻ പവർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതും രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് ഇല്ലാതാക്കാനും ദുർബലപ്പെടുത്താനും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടുകൂടിയാണ് ഇതെല്ലാം രാജ്യത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, പരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ശരി, മതങ്ങളായാലും ശരി, അവരോടൊപ്പം ഒട്ടുചേർന്ന് നിൽക്കുന്ന വ്യക്തികളും സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ട് ഇന്ത്യയെ ഒരിക്കലും വളർന്നൊരു ശക്തിയായി മാറാതിരിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുടെയും സംഘടനകളുടെയും സംവിധാനങ്ങളുടെയൊക്കെ തന്നെ നേർക്കാഴ്ചകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് നമുക്കറിയത്തില്ല, കാരണം ഇപ്പം നമുക്കറിയാം ഈ ടെക്നോളജിയൊക്കെ ഒത്തിരി മാറിയതുകൊണ്ടും സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ തന്നെ യൂട്യൂബും ഒക്കെ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് ഫേസ്ബുക്കും ഒക്കെ തന്നെ ഉള്ള ലോകത്ത് നമുക്കിപ്പോൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാനും സാധിക്കും. നമുക്ക് തെളിവോടുകൂടി നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UK ആസ്ഥാനമായിട്ടുള്ളൊരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളൊരു എനിമി ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ മാത്രമല്ല, വിദേശത്തുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സംഘടനകളും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഫ്രണ്ട് ലൈനിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളാണ് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ മാത്രമല്ല. ഓക്കെ, അപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അത് അവർ മൈൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ ഇന്ത്യയുടെ ഇഷ്ടമാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ എന്താണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളൊന്നുമല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ഒരു ഫാക്റ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനകത്തിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇത്ര വലിയ ദുഃഖിക്കേണ്ടോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇന്ത്യയുടെ താല്പര്യം, അത് ഇസ്രായേലിൻ്റെ താല്പര്യം. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ നയങ്ങളും നമുക്ക് രൂപീകരിക്കാനും ഇന്ത്യക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളോട് ഫ്രണ്ട്ലി ആകാനും അവരോട് ഇക്കണോമിക് റിലേഷൻസോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ട്രാറ്റജിക് റിലേഷൻസോ ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്ക മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അമേരിക്ക ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന രാജ്യമല്ലേ. എന്നിട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ടിൽ അമേരിക്കയെക്കുറിച്ച് പരാമർശമൊന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചാണ് പരാമർശമുള്ളത്. അമേരിക്കയാണല്ലോ ഈ ഇസ്രായേലിൻ്റെ നമ്പർ 1 ഫ്രണ്ടും എന്താണ് പറയുക ഗൈഡും ഫിലോസഫറും എല്ലാം തന്നെ. ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ഈ സഹായങ്ങൾ ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണല്ലേ. അപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിൽ അമേരിക്കയെക്കുറിച്ച് പരാമർശമൊന്നുമില്ല, ഇന്ത്യയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ പരാമർശം. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഈ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ തീവ്രവാദ ആക്രമണങ്ങൾ ഇസ്രായേലുണ്ടായപ്പോൾ അതിനുശേഷമാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഹമാസിനെതിരെയും അല്ലെങ്കിൽ ഗാസയിലും ഒക്കെ തന്നെ യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. യുദ്ധത്തിൻ്റെ ഇസ്രായേൽ ചെയ്ത കാര്യം ശരിയോ അല്ലെങ്കിൽ ഹമാസ് ചെയ്ത് തെറ്റോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് UN ഉള്ളൊരു രാജ്യമാണ്. അതിൽ ലോകത്തുള്ള പല രാജ്യങ്ങളും ഇപ്പം ഇസ്രായേലിനോട് ശത്രുതയുള്ള മുസ്ലിം രാജ്യങ്ങൾ പലതും അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും UN രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയും
ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്താണ് ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നമുക്ക് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 1990-കൾക്ക് ശേഷം ആണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം പല മേഖലകളിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നമ്മളും ഇസ്രായേലും തമ്മിൽ, കാരണം ഇസ്രായേൽ നമുക്കറിയാം വളരെ ഇപ്പോൾ അവരും പാലസ്തീനും തമ്മിലുള്ള വിഷയം നമ്മുടെ വിഷയമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള വിഷയമാണ്. അറബ് ഇസ്രായേൽ വിഷയം നമ്മുടെ വിഷയമല്ല, ഇന്ത്യയുടെ വിഷയമല്ല. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് അല്ലെങ്കിൽ റിപ്പർക്കഷൻ എന്നൊക്കെ ഇപ്പം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ വിലയിൽ നമുക്ക് ഓയിൽ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള അതിൻ്റെ കോൺസിക്വൻസ് ഒഴിവായി കഴിഞ്ഞാൽ ഇത് അവർ തമ്മിലുള്ള റീജിയണൽ ഇഷ്യൂസോ ബയലാറ്ററൽ ഇഷ്യൂസോ ഒക്കെ തന്നെ. ഇന്ത്യക്കകത്തിൽ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമ്മളെന്താണ് പറയുന്നത്, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ്, അതിൽ മറ്റൊരിടമുണ്ട്. തേർഡ് പാർട്ടി മീഡിയേഷൻ്റെ ആവശ്യമില്ലെന്ന് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് പണ്ട് മുതലേ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അറബ് അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള വിഷയമാണ്. ഇന്ത്യനകത്തിൽ തീർച്ചയായിട്ടും ഒരു രീതിയിലും ഇൻ്റർഫിയർ ചെയ്യാറില്ല അവർ. ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇറാനായാലും സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് നല്ല റിലേഷൻഷിപ്പാണ്. ഈവൻ പാലസ്തീൻ്റെ കാര്യത്തിൽ ഇന്ത്യ പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള നമ്മളുടെ പൊസിഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടിയാണ് ഇപ്പോഴും നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫോറത്തിലൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോഴും ശക്തമായിട്ട് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇസ്രായേൽ ഒരു രാജ്യമായതുകൊണ്ടും നമുക്ക് ഇസ്രായേലുമായിട്ട് എന്താണ് നമ്മൾ ഇപ്പോൾ ഉദാഹരണം നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങളില്ലേ, ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധങ്ങളില്ലേ, അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക, ഇന്ത്യ ഫ്രാൻസ്, ഇന്ത്യ ജർമ്മനി, ഇന്ത്യ റഷ്യ അല്ലേ, എത്രയോ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വളരെ സൗഹൃദപരമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് പോവുകയും അവരുമായിട്ട് എല്ലാ രീതിയും മീൻസ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇക്കണോമിക് റിലേഷൻഷിപ്പും സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പും ഒക്കെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇസ്രായേലുമായിട്ട് അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ സ്വതന്ത്ര പരമാധികാരത്തിൽ വരണം ഏത് രാജ്യമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണം അല്ലെങ്കിൽ ബന്ധം ഉണ്ടാകരുതെന്നൊക്കെയുള്ള ഇന്ത്യയുടെ ഇഷ്ടമാണ്, മറുഭാഗത്തുള്ള ഈ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആംനസ്റ്റി ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ഓർഗനൈസേഷൻസോ NGOസിനൊന്നും ഇനി അതിൽ തലയിടേണ്ട ആവശ്യമില്ല. അവരുടെ റിപ്പോർട്ടൊക്കെ നമ്മളെ സംബന്ധിച്ച് റിലവൻ്റ് അല്ല, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ ഈ ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ഈ ആക്രമണം, ഇസ്രായേലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ സപ്ലയറായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല, അതിനകത്തിൽ കള്ളങ്ങളൊന്നുമില്ല. പക്ഷേ അത് അവർ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളാണ്, മനസ്സിലായല്ലോ. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനോ ടർക്കി ഇഷ്ടംപോലെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ ആയുധങ്ങളുടെ പിൻബലത്തിലല്ലേ അവർ പഹൽഗാം ആക്രമണം ഇന്ത്യയിൽ നടത്തിയതും അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുന്നതും. അതുകൊണ്ട് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്തുകൊണ്ട് അവരുടെ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ട് സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുധ കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും, ചൈന പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നുണ്ട്, പാകിസ്ഥാൻ പല രാജ്യങ്ങൾക്കും ഒളിഞ്ഞും തിരഞ്ഞൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ടർക്കി പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ അമേരിക്ക പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും തീവ്രവാദത്തിൻ്റെ ഗ്ലോബൽ ഹബ്ബായിട്ടുള്ള പാകിസ്ഥാന് ഈ ആയുധങ്ങൾ കൊടുക്കുന്ന ഈ രാജ്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും ആംനസ്റ്റി ഇൻ്റർനാഷണൽ തിരക്കണ്ട. ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലെ പോലുള്ള ഈ പറഞ്ഞ ഇൻ്റർനാഷണലി പിന്നെ അല്പം പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത് റിനൗണ്ട് എന്ന് നമുക്ക് പറയത്തില്ല, പോപ്പുലറായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അവരുടെ കൺസേൺ അല്ലെങ്കിൽ അവരുടെ ആശങ്ക ഇപ്പോൾ അതാണ്. അതവർ പറയുന്നത് മെഷീൻ ഗൺ കോമ്പോണൻറ്റ്സ് മുതൽ ആർട്ടിലറി ഷെൽസ്, ഡ്രോൺ വാർഹെഡ്സ്, അതുപോലെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് എല്ലാം ഇന്ത്യ ഇസ്രായേൽ നൽകുന്നുണ്ട്. അത് ഇന്ത്യ ഇസ്രായേൽ നൽകുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബയലാറ്ററൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പം അവരുടെ ഈ റിപ്പോർട്ടിൻ്റെ പേര് മെയ്ഡ് ഇൻ ഇന്ത്യ, ദ സപ്ലൈ ഓഫ് വെപ്പൺസ് ആൻഡ് അമ്യൂണിഷൻസ് ടു ഇസ്രായേൽ എന്നുള്ളതാണ്, മനസ്സിലായല്ലോ. അത് വളരെ കൃത്യമായിട്ട് സ്പെസിഫിക്കായിട്ട് ഇന്ത്യ മാത്രമേ ഈ പറഞ്ഞ പരിപാടി ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയല്ലേ ശരിക്കും പറഞ്ഞല്ലോ. അപ്പോൾ അംനസ്റ്റി പറയുന്നത് ഈ 2023 ഒക്ടോബർ മുതൽ ഇന്ത്യ ഏകദേശം 2596 ഷിപ്മെൻറ്റ്സ് ഓഫ് സ്മോൾ ആംസ്, അമ്യൂണീഷൻ ആൻഡ് മിലിറ്ററി വെഹിക്കിൾസ്
അത് പലതും ഉണ്ടാകും. ഇത് കോംപ്രഹെൻസീവ് ഇത് എല്ലാം പറയുന്നില്ല. എന്നുവെച്ചാൽ ഈ 2596 ഷിപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഷിപ്മെൻറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇസ്രായേലിലോട്ട് പോയിട്ടുണ്ട്. അതിനകത്തിൽ സ്മോൾ ആംസ് ഉണ്ട്, അമ്യൂണീഷൻസ് ഉണ്ട്, മിലിറ്ററി വെഹിക്കിൾസ് ഉണ്ട്, ഡ്രോൺസ് അല്ലെങ്കിൽ ഡ്രോൺസിൻ്റെ കമ്പോണൻസോ വാഹഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇന്ത്യ ഇസ്രായേലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ആയുധങ്ങളുടെ കാര്യമാണ് അവർ പറയുന്നത്. 3,90,516 സ്മോൾ ആംസ് പാർട്സ്, അത് മിലിറ്ററി ഗ്രേഡ് വെപ്പൺസിന് വേണ്ടിയുള്ള. അതുപോലെ തന്നെ 5,64,970 പിന്നെ എക്സ്പ്ലോസീവ് ഓർഡിനൻസ്, അതായത് ഡ്രോൺ വാഹഡ്സ്, ആർട്ടിലറി ഷെൽ കേസിങ്സ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ 5,64,970. 298 കമ്പോണൻസ് ഓഫ് മിലിറ്ററി വെഹിക്കിൾസ് അതായത് ഈ ഇസ്രായേലി കമ്പനികളൊക്കെ, ആ ഇസ്രായേലി കമ്പനികൾ ഇസ്രായേലി മിലിറ്ററിക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ആ കമ്പനികൾക്ക് നമ്മൾ ഈ മിലിറ്ററി വെഹിക്കിൾസിൻ്റെ കമ്പോണൻസ് 298 കമ്പോണൻസ് ഈ എക്സ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സപ്ലൈ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നുണ്ട്, ഇതല്ല ഇതിൻ്റെ ശരിക്കുള്ള കണക്ക്, ഇതിലും കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? എന്നുവെച്ചാൽ ഇതിനകത്ത് ഇതിലും കൂടുതൽ, ഈ പറഞ്ഞിരിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ് അല്ലെങ്കിൽ വെപ്പൺ കമ്പോണൻസ്, സിസ്റ്റംസ്, പാർട്സൊക്കെ തന്നെ ഇന്ത്യ ഇസ്രായേലിന് ഈ പറഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷമുള്ള യുദ്ധം തുടങ്ങിയെന്ന് മുതൽ ഇന്ത്യ അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളുടെ ഇല്ലേ, ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്, സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമാണ്. ഇസ്രായേലും അങ്ങനെയുള്ള രാജ്യമായതുകൊണ്ട് നമ്മൾ തീരുമാനിക്കും നമ്മൾ എന്ത് എക്സ്പോർട്ട് ചെയ്യണമെന്നും ഏത് രാജ്യത്തിന് കൊടുക്കണമെന്നൊക്കെ ഉള്ളവരും. അപ്പോൾ പറയുന്നത് നമ്മൾ നേരത്തെ ഇസ്രായേലും ഇന്ത്യ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ഇതൊരു ഫാക്റ്റാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് അവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ഇത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ ഇസ്രായേലിന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷം റഷ്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങിയിട്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും മറ്റ് രാജ്യങ്ങളുടെ വിഷയമേ അല്ല. കാരണം അവരെല്ലാം അവരുടെ രാജ്യതാൽപര്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു എന്താണ് പറയുന്നത് നിലപാടിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ തന്നെ എടുക്കുന്നത് എല്ലാ രാജ്യങ്ങളും തന്നെ. റഷ്യയുടെ കാര്യത്തിലും ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുക്രൈനെ മൊത്തം ആം ചെയ്യുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നേറ്റോ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നെറ്റ് ഇമ്പോർട്ടർ ടു മേജർ ഡിഫൻസ് എക്സ്പോർട്ടർ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നേരത്തെ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കുന്ന പതിവായിരുന്നു. ആ പതിവ് മാറ്റിയിട്ട് ഇപ്പോൾ കൂടുതൽ ഇന്ത്യ ഇസ്രായേലിലേക്ക്, 1990 ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടൈസ്, ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ എന്താണ് പറയുന്നത് സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളും ഈ പറഞ്ഞ ഒരു മാറ്റം, കോൾഡ് വാർ ടൈമിൽ നിന്നുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങളാണല്ലോ. ഇപ്പോൾ അത് മാറി തീർച്ചയായിട്ടും ഇന്ത്യ ഒരു എക്സ്പോർട്ടറായിട്ടുണ്ട്. അപ്പം മേജർ എക്സ്പോർട്ടർ ടു ഇസ്രായേലി മിലിറ്ററി എന്ന ഒരു രീതിയിലാണ് അവർ റിപ്പോർട്ട് പറയുന്നത്. അത് കറക്റ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അത് പക്ഷേ അവരുടെ വിഷയമല്ല, അത് നമ്മുടെ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രോഡക്ട്സ് മാത്രമല്ല, എന്ന് വെച്ചാൽ മിലിറ്ററി ഈ ഡിഫൻസ് പ്രോഡക്ട്സ്, വെപ്പൺസ് മാത്രമല്ല തന്നെ, അതുപോലെ തന്നെ ഈ ഇന്ത്യൻ കമ്പനികളും ഇസ്രായേലി കമ്പനികളും തമ്മിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഈ ആംസിൻ്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് അദാനിയുടെ ഒരു കമ്പനി, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. അത് 2016 സ്ഥാപിതമായിട്ടുള്ളത്. പിന്നെ അത് ഡ്രോൺസ്, ഇന്ത്യയിൽ ഡ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോൺസ് തീർച്ചയായിട്ടും ഇന്ത്യക്കും ഇസ്രായേലിനും വേണ്ടിയാണ്. നമ്മളിപ്പം ഈ ബ്രഹ്മോസൊക്കെ ഈ ഇന്ത്യ, റഷ്യ, അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടൊക്കെ തന്നെയുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സ് നമ്മൾ പല മേഖലകളിലുണ്ട്. അതുപോലെ തന്നെ ടാബർ അസൾട്ട് റൈഫിൾസ് ഇസ്രായേൽ മിലിറ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് ഇന്ത്യയിലാണ്. ഇസ്രായേൽ വെപ്പൺ സിസ്റ്റം IWI എന്ന് പറഞ്ഞൊരു കമ്പനി, അതുപോലെ തന്നെ PLR സിസ്റ്റം, ഇന്ത്യയുടെ PLR സിസ്റ്റം തമ്മിലുള്ള ജോയിൻറ്റ് കൊളാബറേഷനാണ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറാണ്. ഇതൊക്കെ ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത്, കാരണം പ്രത്യേകിച്ച് ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഈ ഒരു ഡിഫൻസ്, എയറോസ്പേസ് മേഖലയിലൊക്കെ തന്നെ കൊളാബറേറ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യം കാണിക്കുകയും ഒത്തിരി രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ ഈ നമ്മളുമായിട്ട് കൈകോർത്ത് ഈ പറഞ്ഞ മേഖല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ എന്താണ് പറയുന്നത്, ഈ ഡിഫൻസ് സ്ട്രാറ്റജിക്കായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മേഖലയിൽ വരുന്ന കാര്യങ്ങൾ
ഇന്ത്യയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യാനൊക്കെ തന്നെ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുകയും ഇവിടെ അത് നടക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആംനസ്റ്റി ഇൻ്റർനാഷണൽ പ്രത്യേകിച്ച് വറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ഈ ആംനസ്റ്റി പറയുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന 9 കമ്പനികളാണ് ഇസ്രായേലിലേക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ പേരുകൾ നമുക്കിവിടെ പറയാം. മുനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്, PLR സിസ്റ്റംസ് നമ്മൾ മുമ്പേ പറഞ്ഞ്, ഇൻഡോ MIM പ്രൈവറ്റ് ലിമിറ്റഡ്, കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ്, ആൽഫ എൽസെക് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സിസ്റ്റംസ്, അശോക മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് ആൻഡ് അഡ്വാൻസ് വെപ്പൺസ് ആൻഡ് എക്വിപ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ഇതെല്ലാം ഡിഫൻസ് മേഖലയിലുള്ള പ്രൈവറ്റ് എൻ്റർപ്രൈസാണ് ശരിക്കും പറഞ്ഞത്. അതുപോലെ തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും കമ്പനികളാണ് ഈ ഇസ്രായേലിന് ആയുധങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ് അല്ലെങ്കിൽ ആംസ് കൊടുക്കുന്നതെന്നാണ് ആംനസ്റ്റി പറയുന്നത്. അപ്പോൾ ആംനസ്റ്റി പറയുന്നത് ഈ പറഞ്ഞ ഈ കമ്പനി പോലെ തന്നെ അവരുടെ ഈ മറ്റ് എക്യുപ്മെൻറ്റ്സ് കൂടാതെ തന്നെ മെഷീൻ ഗൺ ഫീഡിംഗ് ട്രൈസ്, ബോൾട്ട് കാരിയേഴ്സ്, ഇതൊക്കെ ഡിഫൻസുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ആധികാരികമായിട്ട് നമുക്കിതിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഓട്ടോമാറ്റിക് സീസ്, 155 mm ആർട്ടിലറി ഷെൽസ്, ഡ്രോൺ വാർഹെഡ്സ്, സെൻസേഴ്സ്, മോട്ടാർ ലോഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ സൈന്യത്തിന് വേണ്ട എന്താണ് വെപ്പൺസ് അല്ലെങ്കിൽ കമ്പോണൻസ്, പാർട്സ് അല്ലെങ്കിൽ ഫിനിഷ് പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് ഇന്ത്യ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് ഇന്ത്യയെ ക്രിറ്റിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ എന്താണ് നമുക്കെന്നറിയാം അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ നാറ്റിക്കുക, അല്ലെങ്കിൽ നമ്മളെ മോശമാക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ടുകൾ ഇന്ത്യയെക്കുറിച്ച്, ഈ മേഖല മാത്രമല്ല മറ്റ് പല മേഖലകളെക്കുറിച്ചും, ഇപ്പം റിലീജിയസ് സംബന്ധമായിട്ടുള്ളതായാലും മറ്റ് പല റിപ്പോർട്ടുകളും ഇതുപോലുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക്കലായിട്ട് അവരുണ്ടാക്കുന്നതല്ല ഇന്ത്യയെ ഒന്നുകിൽ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ നമ്മളെ അന്താരാഷ്ട്ര തലത്ത് നമ്മളെ പേര് മോശമാക്കാനോ ഒക്കെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് എന്ന് മാത്രമേ നമുക്കിതിനകത്ത് നിന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ന്യൂഡൽഹി ഈ ജനസൈഡ് കൺവെൻഷനിൽ ഒപ്പിട്ടൊരു രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ജനസൈഡാണ്, എന്നുവെച്ചാൽ മാസ് കില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാസ് കില്ലിംഗ് നടത്തുന്ന പാലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിലൊക്കെ മാസ് കില്ലിംഗ് നടത്തുന്ന ഇസ്രായേലുമായിട്ട് കൈകോർത്തുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ യുദ്ധത്തിൽ കൊടുത്ത് ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്ത്യ ഈ പറഞ്ഞ ജനസൈഡ് കൺവെൻഷന് വിരുദ്ധമായിട്ടാണ്, ഒരു സിഗ്നേറ്ററി ആയതുകൊണ്ട് തന്നെ വിരുദ്ധമായിട്ടാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ പാലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മാസീവായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയുടെ നയം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ നിർത്തുവാൻ, എന്ന് വെച്ചാൽ ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്താൻ ഇന്ത്യ ആ കൺവെൻഷൻ അനുസരിച്ച് കൺവെൻഷനിൽ സൈൻ ചെയ്തൊരു രാജ്യമെന്ന രീതിയിൽ അത് നിർത്തുവാൻ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വം കാണിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ റിപ്പോർട്ട് നമുക്കിതെല്ലാം ഇതുപോലെ പല റിപ്പോർട്ടുകളും നമുക്ക് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വളരെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് മുകളിലുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം, ഇസ്രായേൽ പാലസ്തീൻ വാർ തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ഈ പറഞ്ഞ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടും പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെയധികം കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞാലും ശരി, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാലും ശരി, ഇനി മറ്റൊരു രാജ്യം പറഞ്ഞാൽ തന്നെയും എന്ന് ഇന്ത്യ വകവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വകവെക്കാറില്ല. കാരണം ഇത് നമ്മളുടെ സ്വതന്ത്ര പരമാധികാരത്തിനകത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ്. ഏത് രാജ്യത്തിനോട് ഏത് രീതിയിലുള്ള ബന്ധം പുലർത്തണമെന്ന് ഇന്ത്യക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതാണ് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.